തുടരുന്നു. വടകരയിൽ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കാൻ മുസ്ലിം ലീഗും CPI-എമ്മും സർവകക്ഷി യോഗം നടത്താൻ PK കുഞ്ഞാലിക്കുട്ടി CPI-എമ്മുമായി സംസാരിച്ചെന്ന് ജില്ലാ സെക്രട്ടറി P. മോഹനൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സർവകക്ഷി യോഗം വിളിക്കണമെന്ന് ജില്ലാ കളക്ടറോട് CPI-എം ആവശ്യപ്പെട്ടു. വടകരയിലെ വിവാദങ്ങൾക്ക് ഉത്തരവാദി കോൺഗ്രസ് ആണെന്നും CPI-എം ആരോപിച്ചു. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. വടകരയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ സർവകക്ഷി യോഗം വിളിക്കണമെന്ന ലീഗ് നിലപാട് PK കുഞ്ഞാലിക്കുട്ടി വെളിപ്പെടുത്തിയത് കോഫി വിത്ത് അരുണിൽ. പിന്നാലെ CPM നിലപാട് വ്യക്തമാക്കി. കളക്ടറോട് ഞങ്ങളും സംസാരിച്ചിട്ടുണ്ട്, പിന്നെ ഉത്തരവാദപ്പെട്ട ഭരണ കേന്ദ്രങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. കൗണ്ടിങ്ങിൻ്റെ മുമ്പ് അത് ഗൗരവത്തിലുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കണം, അല്ലാതെ എല്ലാം കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിച്ച ആ നിലയിലല്ല. ഞങ്ങൾ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബും എല്ലാം ഞങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി ഞങ്ങളാണതിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കേണ്ട പാർട്ടികൾ. അവിടെ ലീഗിനും CPI-എമ്മിനും വടകരയിൽ സമാധാനം നിലനിർത്താൻ വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്നും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന സാഹചര്യം കോൺഗ്രസ് സ്വീകരിക്കുന്നുവെന്നും CPI-എം. പഴയ ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് സഹായകരമായ നിലപാടാണ് ഈ പുറമേ നിന്ന് വന്നിറങ്ങിയ കോൺഗ്രസ് ടീമും എല്ലാം എടുക്കുന്നത്. അത് ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. അങ്ങനെ കാണുമ്പോൾ അതിലേറ്റവും വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്ന പാർട്ടികളാണ് CPI-എമ്മും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ്. കോൺഗ്രസ്സാണ് ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം. അതിൽ മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ ആളുകളും അതിൽ ഭാഗവാക്കുകളാണ് എന്നൊന്നും ഞങ്ങൾ പറയില്ല. അതേ അവസരത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു ചെറുപ്പക്കാരായ കുറേ ആളുകളെ ഈ കോൺഗ്രസിൻ്റെ സൈബർ വിഭാഗം ഉപയോഗപ്പെടുത്തി എന്നുള്ളത് ശരിയാണ്. ലീഗിന്റെ ജൂനിയർ പങ്കാളി മാത്രമാണ് വടകരയിൽ കോൺഗ്രസ് എന്നും P. മോഹനൻ പറഞ്ഞു. റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.